The product of mass and velocity ആണ് മൊമെന്റം. നമ്മൾ സെക്കൻഡ് ലോയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. സെക്കൻഡ് ലോയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് മൊമെന്റത്തിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൊമെന്റത്തിൽ ചേഞ്ച് വരണം എന്ന് വിചാരിച്ചാൽ മാസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഒരു ഒബ്ജക്റ്റ്, ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാറിൽ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ അതിൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും, അതായത് മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാവും. ഒരു ഒബ്ജക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പാർട്ടിസിപ്പൻസിൽ ഒരാൾ ജസ്റ്റ് അതിദേവ് പി, ഒരാൾ ജസ്റ്റ് ഒരു റാൻഡം അതിദേവ് എന്ത് ചെയ്യാണ്, ഒരു കാറ് തള്ളി നീക്കുകയാണ്. പെട്രോൾ തീർന്നിട്ടുണ്ട്, കാറിന് എന്ത് ചെയ്യണം, മുന്നോട്ട് തള്ളി നീക്കുകയാണ്. അങ്ങനെ തള്ളി നീക്കുമ്പോൾ അതില് മൊമെന്റം ചേഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. അതിന്റെ മൊമെന്റം ചേഞ്ച് ചെയ്യോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. ചേഞ്ച് ചെയ്യോ? ഒരാൾ ജസ്റ്റ് പറഞ്ഞേ, മൊമെന്റം ചേഞ്ച് ആവോ ഇല്ലയോ? ചേഞ്ച് ആവോ? കേട്ടില്ല. മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു നിശ്ചിത വെലോസിറ്റിയിൽ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുക, അതിനെ വീണ്ടും തള്ളി നീക്കുകയാണ്. അപ്പൊ അതിന്റെ സ്പീഡിൽ ചേഞ്ച് വന്നു. അങ്ങനെ സ്പീഡിൽ ചേഞ്ച് വന്നാൽ മൊമെന്റം ചേഞ്ച് ചെയ്യും. സ്പീഡിൽ ചേഞ്ച് വന്നാൽ മൊമെന്റം ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് കൊടുത്താലല്ലേ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സെക്കൻഡ് ലോയിൽ പറയുന്നത്. നോക്കാം, നമ്മൾ സെക്കൻഡ് ലോയിലേക്ക് കടക്കാൻ പോവാണ്. The rate of change of momentum of a body is directly proportional to the net force acting on it. നമ്മൾ പറഞ്ഞു മൊമെന്റം എന്നതിനെ പി എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൊമെന്റം എന്ന് പറയുന്നത് പി എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ മൊമെന്റം ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ മൊമെന്റം. മാസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് മാസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാറിന്റെ വെയിറ്റ് അല്ലെങ്കിൽ കാറിന്റെ മാസ് കൂട്ടണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുക്കേണ്ടി വരും. അതിന്റെ കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് ഉള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മൊമെന്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്പീഡ് മാറ്റണം. ഒരു വാളാണെങ്കിൽ ഒരു കാറാണെങ്കിൽ ഉരുണ്ടു വരുന്നതിനെ അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഫോഴ്സ് കൊടുക്കുന്നത്. ഫസ്റ്റ് ലോയിൽ എന്താ പറഞ്ഞത്? ഫോഴ്സ് കൊടുത്താൽ സ്പീഡ് കൂട്ടാം. അപ്പോ സെക്കൻഡ് ലോയിൽ പറയുന്നത് ഈ മൊമെന്റത്തിന് ചേഞ്ച് ഫോഴ്സിന് നേർ അനുപാതത്തിലാണ് എന്നുള്ളതാണ് സെക്കൻഡ് ലോ. അതായത് നമ്മൾ ഫോഴ്സ് കൊടുത്താൽ നിശ്ചിത സമയത്തിനനുസരിച്ച് എത്ര ഫോഴ്സ് കൊടുക്കുന്നോ അതിനനുസരിച്ച് അതിന്റെ മൊമെന്റത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ the rate of change of momentum of a body is directly proportional to the net force acting on it. സെക്കൻഡ് ലോ കാണാതെ പഠിക്കേണ്ടതാണ്. പേജ് നമ്പർ ജസ്റ്റ് നോട്ട് ചെയ്യുക, 66 ആണ്. അതിലുള്ള ഈ ഒരു ഡെഫിനിഷൻ ആണ് നോട്ടിലേക്ക് എഴുതേണ്ടത്. സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു ബോൾഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ അല്ലെ? The rate of change of momentum of a body is directly proportional to the പ്ലസ് ടു കാർക്കുള്ള ക്ലാസ് ആണോ ചോദിച്ചിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് കേട്ടോ. പ്ലസ് ടുവിൽ തേർഡ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്. തേർഡ് ചാപ്റ്റർ ആണ്, ലോസ് ഓഫ് മോഷൻ ആണ്. അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതില് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. മൊമെന്റത്തിന്റെ ചേഞ്ച്, അതിന്റെ റേറ്റ്. ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടി ആണ് നമ്മൾ കൊടുക്കുക. ചെറിയ ക്ലാസ്സിൽ ഡിവൈഡ് ബൈ ടി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമ്മൾ പ്ലസ് ടുവിലായതുകൊണ്ട് ചേഞ്ച് ഇൻ മൊമെന്റം എന്നത് ഡെൽറ്റ പി എന്നാണ് എഴുതുക. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം എന്നാണ്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കുക. ഡെൽറ്റ പി എന്ന് കാണുന്നുണ്ട്, അവിടെ ഒരു ത്രികോണം വരച്ച് കാണുന്നുണ്ടല്ലോ, അതാണ് ഡെൽറ്റ പി. കാണുന്നുണ്ടെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഡെൽറ്റ പി എന്ന് പറഞ്ഞാല് ഡെൽറ്റ പി ഇവിടെ കാണുന്നുണ്ടല്ലോ, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇത് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ഇവിടെ സെന്റൻസിൽ എഴുതിയിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ ടി എന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ്. റേറ്റ് ഓഫ് ചേഞ്ച്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് വായിക്കേണ്ടത്. അപ്പൊ എന്തിന്റെ ചേഞ്ച് ആണ്? മൊമെന്റത്തിന്റെ ചേഞ്ച് ആണ്. ഡെൽറ്റ പി കണ്ടല്ലോ മുകളിൽ, ഡെൽറ്റ പി ആണല്ലോ മുകളിൽ കണ്ടത്. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ വായിക്കാം? എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ? ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അല്ല, ശനിയാഴ്ചകളിലാണ് ഫിസിക്സിന്റെ ക്ലാസ് കേട്ടോ. ശനിയാഴ്ച 7:30 to 8:30 ആണ് ഇപ്പൊ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. റെക്കോർഡഡ് ക്ലാസ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ എല്ലാ ശനിയാഴ്ചകളിലാണ് ഫിസിക്സ് ഉണ്ടാവുക. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഏർക്കന്റെ ക്ലാസ് കയറുകയും ചെയ്യാം. അപ്പോ നമ്മൾ ഈ ഒരു സെക്കൻഡ് ലോയിൽ നിന്നും മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാം. വാട്ട് ഇസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്നൊക്കെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരും. വാട്ട് ഇസ് സെക്കൻഡ് ലോ എന്ന് ചോദിക്കാം. അപ്പോൾ the rate of change of moment of body is directly proportional to the net force acting on the body. ഇത്രയാണ് ആണ്. ബാക്കി ഭാഗം the rate of change of momentum of a body is directly proportional to the net force acting on the body എന്നത് വരെയാണ് കറക്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് ഓർത്ത് പഠിക്കേണ്ടത്. ബാക്കിയുള്ളത് അതിന്റെ ഡയറക്ഷനെ നോട്ട് ചെയ്യാനുള്ള സെന്റൻസ് ആണ്. അതും കൂടെ വേണം. പക്ഷെ പ്രാധാന്യം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടത് ആ ഫസ്റ്റ് ലൈൻ, ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ ബോഡി ടേക്ക് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ, ആക്ടിങ് ഓൺ ദ ബോഡി എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിന്റെ ഡയറക്ഷനും ഫോഴ്സിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ ആയിരിക്കും എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തേന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ഒന്നാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു ഫസ്റ്റ് സെന്റൻസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പൊ ആരെങ്കിലും ഒരാള്, ഒന്ന് രണ്ടാൾക്കാര് ഈ സെക്കൻഡ് ലോ എന്താണ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് പറയണം മനസ്സിലായ ശേഷം. അതായത് ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് ഞാൻ വായിക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടണം. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഞാനിവിടെ ഈ ഒരു എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ ഈ ആൽഫ എന്നെഴുതിയ സിമ്പൽ വായിക്കേണ്ടത് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി എന്നാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്നാണ്. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇങ്ങനെയുള്ള സിമ്പിൾ കണ്ടല്ലോ, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി കാണുന്നുണ്ടല്ലോ അല്ലെ. ഇതാണ് സെക്കൻഡ് ലോയുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ സ്റ്റാർട്ടിങ്. ഇതിനെയാണ് നമ്മൾ വായിക്കുന്നത്. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം എന്നതാണ് അവിടെ നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ, ഒരാൾ വായിച്ചേ, കാണാതെ പറയാൻ പറ്റുന്ന ഒരാള്. F is directly proportional to delta P by delta T. The rate of change of momentum of a body is directly proportional to the directly proportional to the net force acting on it. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ എഫ് ഉണ്ട്. ആ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തിന്? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടിക്ക്. എന്താ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാല്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നത് നമ്മളിങ്ങനെ നീട്ടി എഴുതുമ്പോൾ അതിന് ഷോർട്ട് ആയിട്ട് എഴുതുന്നതാണ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടിനെ എങ്ങനെയാണ് വായിക്കുക ഒന്ന് പറഞ്ഞേ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ momentum. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. റേറ്റ് ഓഫ് എന്ന് വരുമ്പോൾ തന്നെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുമ്പോൾ ഡെൽറ്റ പി ആണ് മുകളിൽ. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. ഇനി അത് ഇതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റും അതിന്റെ ആ ഒരു ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ഫോമും ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത് പറയാട്ടോ. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ബാക്കി ഭാഗത്തേക്ക് നീങ്ങാണ്. അതായത് ഇതിൽ നിന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടിയിൽ നിന്നും സെക്കൻഡ് ലോയുടെ ഇക്വേഷനിലേക്ക് വരുന്ന ഈ ഒരു സ്റ്റെപ്പ്, ഇതും പ്ലസ് ടു കാരോട് ചോദിക്കുന്നതാണ്. 9th ഈ ഒരു ഇക്വേഷൻ മാത്രമേ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ മാത്രമേ എഴുതുള്ളൂ. പക്ഷെ പ്ലസ് ടുവിൽ നമ്മൾ
ഇതിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിറൈവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറൈവ് ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫുൾ എഴുതേണ്ടി വരും. അപ്പോൾ ഇതും പഠിക്കല് നിർബന്ധം ആണ്. അപ്പൊ നോക്കാം, നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് എവിടുന്ന കിട്ടിയത്? മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടി. സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഓക്കെ, അപ്പോ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സിമ്പലിനെ മാറ്റിയിട്ട് ഈക്വൽ ടു എന്നുള്ള സിമ്പൽ ആക്കുമ്പോൾ നമ്മൾ ഒരു കെ എന്ന കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഏത് ഇക്വേഷൻസ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ കെമിസ്ട്രിയിൽ ചാൾസിലോ ബോയിൽസിലോ അവിടെയൊക്കെ ഉണ്ടാവും ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ. അതിനെ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ്, അതിനെ കെ എന്ന് എഴുതാം, ആർ എന്ന് എഴുതാം. ചാൾസിലോയിലൊക്കെ ആർ എന്ന് എഴുതാറുണ്ട്, ഗ്യാസ് കോൺസ്റ്റന്റ് ഒക്കെ എഴുതിയിട്ട്. അപ്പോൾ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമ്മൾ ഈക്വൽ ടു ആക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിനാണ് അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അത് സംഭവം എന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ സയന്റിസ്റ്റുകൾ ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. ഉണ്ടാക്കുന്ന ആ ഒരു നിയമങ്ങൾ ഇറക്കുകയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും അത് കറക്റ്റ് ആവണം. അപ്പോഴേ നിയമങ്ങൾ തിയറി ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന് ഇക്വേഷൻസ് രൂപത്തിൽ എക്സ്പെരിമെന്റ്സ് ചെയ്ത് ആണ് ആ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി എന്ന സിമ്പൽ ഈക്വൽ ടു ആവണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എക്സ്പെരിമെന്റലി വെരിഫൈ ആവുള്ളൂ. അല്ലാതെ ന്യൂട്ടൺ പറഞ്ഞു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ പി ഈക്വൽ ആണ് എന്ന് ഒറ്റയടിക്ക് പറയണമെങ്കിൽ അതിന് എക്സ്പെരിമെന്റ് ചെയ്യണം. അതായത് ഒരു കല്ല് താഴെയിട്ട് നോക്കിയിട്ട് താഴേക്ക് വരുമ്പോൾ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റവും അതിന് കൊടുത്ത ഫോഴ്സും ഒരേപോലെ ആണോ, ഈക്വൽ ആണോ എന്ന് എക്സ്പെരിമെന്റലി ചെയ്തു നോക്കണം. അങ്ങനെ എക്സ്പെരിമെന്റലി ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ ആ കെയുടെ വാല്യൂ 1 ആയിരിക്കും. അല്ല, ചിലപ്പോൾ അതിന്റെ എക്സ്പെരിമെന്റലി കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ട് നമ്മൾ ഇവിടെ സ്റ്റഡീസിൽ പെടാത്ത എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനാണ് ഈ കോൺസ്റ്റന്റുകൾ വരിക. അപ്പൊ ഗ്യാസ് കോൺസ്റ്റന്റിൽ ആറിന്റെ വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിന് ആ കോൺസ്റ്റന്റുകൾക്ക് ഒരു നിശ്ചിത വാല്യൂ വരും. എന്നിട്ട് അതിനെ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കും, എന്തെങ്കിലുമൊക്കെ പേര് വിളിക്കും. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അവിടെ ജി ആണ്. അതൊക്കെ ഇതുപോലുള്ള ഓരോ കോൺസ്റ്റന്റുകളാണ്, അതിന് ഓരോ വാല്യൂസ് ഉണ്ടാവും. അപ്പോ ഇവിടെ കെയുടെ വാല്യൂ 1 തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് കെക്ക് പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി എന്ന സിമ്പൽ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ആ കോൺസ്റ്റന്റ് വാല്യൂ 1 ആണ് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ പറയും. അതുകൊണ്ട് എന്നാലും നമ്മൾ കെ അവിടെ കാണണം. F is equal to k into delta p by delta t, where k is a constant of proportionality. പ്രൊപ്പോർഷണാലിറ്റിനെ ഈക്വൽ ടു ആക്കുമ്പോൾ കൊടുക്കേണ്ട കോൺസ്റ്റന്റ് ആണ് ആ കെ. എന്താ കെ എന്നൊന്ന് ആലോചിച്ച് ഉണ്ടാവണ്ട, കുറച്ച് കഴിഞ്ഞാൽ അത് 1 ആയിട്ട് കളയും. ഓക്കെ, ബൈ എക്സ്പ്രസിംഗ് മൊമെന്റം ആസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി വി ക്യാൻ റൈറ്റ്. അപ്പൊ ഇനി എന്താണ് മൊമെന്റം എന്ന് നമ്മൾ പഠിച്ചതാണ് ആണോ? പഠിച്ചതാണ്. ജസ്റ്റ് കറക്റ്റ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിനെ വെറുതെ ഉറങ്ങുന്നവരുണ്ടോ എന്നൊക്കെ അറിയാതെ ഇതൊന്നും എടുത്തു പോകാൻ രസമില്ല കേട്ടോ. അത് വേറെ കാര്യേ. ഉണ്ടല്ലോ അല്ലേ കൂടെ? ജസ്റ്റ് ഒന്ന് വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഉണ്ട്. അപ്പോ ഉണ്ട്. ഓക്കെ, അപ്പോ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നാണ്. അതിൽ കെയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു. ഇനി ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നതിൽ ഡെൽറ്റ ടി നമ്മളൊന്നും ചെയ്യൂല, താഴെ അതുപോലെ ഇറക്കി എഴുതും. പക്ഷേ ഡെൽറ്റ പി നമ്മൾ മാറ്റാൻ പോവാണ്. കാരണം പി എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് പറഞ്ഞേ. പി എന്താണ് ഇവിടെ? പി എന്താണ്? മൊമെന്റം. അപ്പൊ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഓക്കെ, അപ്പോ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പി ഈക്വൽ ടു എം വി ആയിരുന്നു. എം കോൺസ്റ്റന്റ് ആണോ അല്ലയോ? ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കോൺസ്റ്റന്റ് ആണോ അല്ലയോ? ഒരു കാറ് 100 കിലോഗ്രാം ആണ്, അടുത്ത സെക്കൻഡിൽ അത് 101 ആവുമോ? ഇല്ലല്ലോ. അപ്പൊ മാസ് കോൺസ്റ്റന്റ്, അതായത് ആ ഒബ്ജക്റ്റ് മാറാത്തിടത്തോളം കാലം മാസ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് എമ്മിനെ നമുക്ക് പുറത്തെടുക്കാം. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്നാണ്. അതില് മാസ് മാറുന്നില്ല. അതുകൊണ്ട് ആ കെയുടെ കൂട്ടത്തിൽ തന്നെ എമ്മിനെയും എഴുതാം. പിന്നെ എന്തിലാ മാറ്റം വരിക? ഫോഴ്സ് കൊടുത്താൽ എന്തിലാ മാറ്റം വരിക? മൊമെന്റം മാറണമെങ്കിൽ പറഞ്ഞോളൂ. വെലോസിറ്റിയിലാണ് മാറ്റം ഉണ്ടാവുക. ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, മാസ് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ ആര് മാറണം? അതിന്റെ സ്പീഡ് മാറണം. അപ്പൊ ഒരു കാർ അവിടെ ഉണ്ട്, അതിനെ തള്ളിയാല് മാസ് കൂടൂലല്ലോ, അതിന്റെ വെലോസിറ്റിയിലാണ്, സ്പീഡിലാണ് മാറ്റം വരിക. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ താഴെ ഇറക്കി എഴുതി നോക്കിയാൽ
താഴേക്ക് എഴുതി നോക്കുക. ഇവിടെ നമ്മൾ ഈ എമ്മിനെ അങ്ങോട്ട് പുറത്തെടുത്തു, എന്നിട്ട് ബാക്കിയുള്ളവരെ ബ്രാക്കറ്റിനകത്താക്കി. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി അവിടെ ഉണ്ട്. എവിടുന്ന ഡെൽറ്റ വി വന്നത്? മൊമെന്റത്തിനെ മാറ്റി എഴുതിയതാണ് എം വി. അതിൽ എം പുറത്തു വന്നു, വി ഡെൽറ്റ വി ആയിട്ട് മാറി. പി ഈസ് ഈക്വൽ ടു എം വി ആണ് എന്നുള്ളതാണ് അവിടെ ഓർക്കേണ്ടത്. പി ഈക്വൽ ടു എം വി ആണ്. അതിൽ നിന്നും എം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്തു, അതിനിങ്ങോട്ട് പുറത്തേക്ക് എഴുതി. ബാക്കി വി ഉണ്ട്, അപ്പൊ ഡെൽറ്റ പി ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ വി എന്നാണ് എഴുതിയത്. അതുകൊണ്ടാണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി വന്നത്. ഇനി നമുക്കറിയാം വെലോസിറ്റി ബൈ ടൈം എന്താണ്. വെലോസിറ്റി ബൈ ടൈം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരാ വേറെ എഡിറ്റ് ചെയ്യുന്നു? ഓക്കെ, സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ എഡിറ്റിംഗ് ആക്സസ് ഉണ്ടോ തോന്നുന്നുണ്ട്, നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വി ബൈ ടി എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വെലോസിറ്റി ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്താണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡിസ്റ്റൻസ് ബൈ ടൈം. ആക്സിലറേഷൻ. ഡിസ്റ്റൻസ് ബൈ ടൈം വെലോസിറ്റി ആണ്, പക്ഷെ വെലോസിറ്റി ബൈ ടൈം ആക്സിലറേഷൻ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് വെലോസിറ്റി ബൈ ടൈം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ആക്സിലറേഷൻ ആണ്. എന്താ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവരൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് പഴയ ക്ലാസ് ഒക്കെ എടുത്ത് ഓർമ്മിക്കേണ്ടി വരും. എന്നാലും ജസ്റ്റ് നോക്കാം. വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ആക്സിലറേഷൻ. നിങ്ങൾ കാറിന് ആക്സിലറേറ്റർ ഉണ്ടോ? അതെന്തിനാണ്? സ്പീഡ് കൂട്ടാനാ. അപ്പോൾ സ്പീഡില് ടൈമിൽ മാറ്റം വരുത്താനാണ് ആക്സിലറേറ്റർ കൊടുക്കുന്നത്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ടൈമിനനുസരിച്ച് സ്പീഡ് മാറണം. അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി കാണുന്നിടത്ത് എന്ത് കൊടുക്കാം? എ കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടി, എഫ് ഇസ് ഈക്വൽ ടു കെ എം എ. കെന് ആവശ്യമില്ല, എം എ എന്ന് പറഞ്ഞാൽ മതി. വോയിസിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ ആരെങ്കിലും? ക്ലിയർ ആയിട്ടില്ല. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ വരെയാണ് സെക്കൻഡ് ലോയുടെ ഭാഗം. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ, ഡിറൈവ് ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ലോ എന്ന് ചോദിച്ചാലും, അതുപോലെ വാട്ട് ഈസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് ചോദിച്ചാലും എഴുതേണ്ട ആൻസർ എഴുതാൻ ഇപ്പൊ ക്ലിയർ ആണ് എങ്കിൽ ടെക്സ്റ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക. ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. മുകളിൽ നമ്മൾ എഫ് എന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടിക്ക് പകരം എം വി കൊടുത്തു. അതിൽ എം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. വിനെ മാത്രം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി കൊടുത്തു. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി പറഞ്ഞ ആക്സിലറേഷൻ ആണ്, അത് കൊടുത്തു. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്താണ് സെക്കൻഡ് ലോയുടെ എന്ന് പറഞ്ഞേ? സെക്കൻഡ് ലോയുടെ ഫൈനൽ ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു എം എ. കെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയാം. അതാണ് താഴെ എഴുതിയിട്ടുണ്ടാവുക. ദ വാല്യൂ ഓഫ് കോൺസ്റ്റന്റ് കെ ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിറ്റ്സ് ഓഫ് എം ആൻഡ് if these units are chosen such as magnitude m is equal to 1. എം 1 ആക്കി, അതായത് 1 കിലോഗ്രാം ആക്സിലറേഷൻ 1 ആക്കി. എന്നിട്ട് ഒരു ഫോഴ്സ് ആണോ വരുന്നത് എന്ന് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ വാല്യൂ 1 ആവും. കെയുടെ വാല്യൂ 1 ആണ്, അതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് എഴുതിയാൽ മതി. ഇത് ഡെറിവേഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് ലോയുടെ അല്ല സെക്കൻഡ് ലോയുടെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ഭാഗം ആണ്. കെ ഈക്വൽ ടു 1 ആണ്, അതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു എം എ ഇസ് ദ ഫൈനൽ ഇക്വേഷൻ. കണ്ടല്ലോ അല്ലേ? ഫൈനൽ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ കണ്ടല്ലോ. കണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇത് വെച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. എങ്ങനെ? പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കട്ടോ. പ്രോബ്ലംസ് ഒന്ന് ചെയ്തു. അതിന് മുമ്പ് യൂണിറ്റ്സ് വേണം.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, അതുപോലെ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ് എന്നറിഞ്ഞാലേ ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോ ജസ്റ്റ് യൂണിറ്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വൈറ്റ് ബോർഡ് എടുക്കുന്നുണ്ട്, നോട്ട്സ് ക്ലോസ് ആവും. കാണുന്നുണ്ടല്ലോ സ്ക്രീന്? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ യൂണിറ്റ്സുകൾ ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. വെലോസിറ്റിയുടെ യൂണിറ്റ്, വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞാൽ യൂണിറ്റ് എഴുതാൻ പറ്റും. വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും പറയാൻ പറ്റുമോ? വെലോസിറ്റിയുടെ ഇക്വേഷന് എനിവൺ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വെലോസിറ്റി. അതായത് ഒരാൾ 10 മീറ്റർ 5 സെക്കൻഡിൽ ഓടിയാല് 10 മീറ്റർ 5 സെക്കൻഡിൽ ഓടിയാല് 10 മീറ്റർ 5 സെക്കൻഡിൽ ഓടിയാല് അയാളുടെ വെലോസിറ്റി എത്രയായിരിക്കും പറഞ്ഞേ? വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എത്രയായിരിക്കും ആൻസർ? കേട്ടില്ലേ? 2 ആണ് ഗ്രൂപ്പ് മെസ്സേജ്. അപ്പോ 10/2 ആണ്. ഇതാണ് സ്പീഡിന്റെ കഥ. ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാലോ? വെലോസിറ്റി ബൈ ടൈം ആണ്. ലെക്ചർ നോട്ട് എഴുതെടുക്കുമ്പോൾ എഴുതണം കേട്ടോ. വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷന്. അപ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതും കിട്ടും. ഇനി ഞാൻ യൂണിറ്റ് ആണ് പറയാൻ പോകുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വോയിസില്. കേൾക്കുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് അറിയണമെങ്കിൽ ആദ്യം ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് അറിയണം, അതുപോലെ തന്നെ ടൈമിന്റെയും യൂണിറ്റ് അറിയണം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ ആർക്കാ പറയാൻ പറ്റുക? നിങ്ങൾ വീട്ടിൽ നിന്ന് എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളത് ഏത് യൂണിറ്റിലാ പറയാറ്? 10 കിലോഗ്രാം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നൊക്കെ പറയോ? കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ. SI യൂണിറ്റ് മീറ്റർ ആണ്. നമുക്ക് SI യൂണിറ്റ് മതി കേട്ടോ. ഡിസ്റ്റൻസ് SI യൂണിറ്റ് മീറ്റർ ആണ്. SI യൂണിറ്റ് മീറ്റർ ആണ്. ടൈമിന്റെ SI യൂണിറ്റ് എന്താ? ടൈമിന്റെ SI യൂണിറ്റ് എനിവൺ ടൈപ്പ് ചെയ്താൽ മതി വേഗം. ടൈമിന്റെ SI യൂണിറ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. SI യൂണിറ്റ് ഒക്കെ 1 വേർഡ് ചോദിക്കുന്ന കേട്ടോ, മറക്കാൻ പാടില്ല, ബേസിക് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് വിടാത്തത്. 1 മാർക്കാണെങ്കിലും ടൈമിന്റെ ഒന്നും ചോദിക്കൂല, വെലോസിറ്റി അവിടുന്ന് അങ്ങോട്ടേ ചോദിക്കുള്ളൂ. ആർക്കും അറിയില്ല ടൈമിന്റെ യൂണിറ്റ് എന്താണ്? നിങ്ങളെ വീട്ടിലെ ഏറ്റവും ഓരോ സെക്കൻഡ് ഇങ്ങനെ സെക്കൻഡ് ആണോ? സെക്കൻഡ് ആണ് ടൈമിൻ. ഹവേഴ്സ് SI യൂണിറ്റ് അല്ല കേട്ടോ, സെക്കൻഡ് ആണ് SI യൂണിറ്റ്. SI യൂണിറ്റ് ഒരുപാട് യൂണിറ്റ് സിസ്റ്റത്തിലും എല്ലാ സിസ്റ്റത്തിലും ഒരേ അഭിപ്രായമാണ്. സെക്കൻഡിൽ മാത്രമാണ് ടൈമിനെ വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതിനൊക്കെ കിലോമീറ്റർ മീറ്റർ ഒക്കെ പലതുണ്ടെങ്കിലും ടൈമിന് SI യൂണിറ്റ് ആണ്, സെക്കൻഡ് ആണ് എല്ലായിടത്തും. അപ്പോ ഞാനിപ്പോ താഴെ എഴുതിയത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയത് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്. എന്നെ കാണുന്നുണ്ടല്ലോ എപ്പോഴും? അതോ സ്ക്രീൻ മാത്രമേ ഉള്ളൂ? ഹലോ, റിപ്ലൈ ഒന്നുമില്ലേ? കാണുന്നുണ്ട്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് നിങ്ങൾക്ക് നിങ്ങളെ കാണാത്തോണ്ടുള്ള ഒരു സങ്കടം ഉണ്ട്. അത് സിസ്റ്റം യൂസ് ചെയ്യണില്ല. ഓക്കെ, അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തിന്റെ യൂണിറ്റ്? വേഗം സ്പീഡാക്കാം.
മീറ്റർ പെർ സെക്കൻഡ് എന്തിന്റെ യൂണിറ്റ് ആണ്? വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോ എന്താണ് ചെയ്യുക? യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഇക്വേഷനിൽ ഓരോ ടേംസിന്റെയും കറസ്പോണ്ടിങ് യൂണിറ്റ് എഴുതി നോക്കുക. ഇപ്പൊ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഡയറക്റ്റ് എഴുതി. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, അത് ഡയറക്റ്റ് ആ പൊസിഷനിൽ തന്നെ എഴുതി വെച്ചാൽ നമുക്ക് യൂണിറ്റ് കിട്ടും. അപ്പൊ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, അതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഇക്വേഷൻ ബൈ ഹാർട്ട് അറിയുമോ? അതിന്റെ ഡയറക്റ്റ് ടേം വൈസ് ടേം അതിന്റെ യൂണിറ്റ് എഴുതിയാൽ നമുക്ക് യൂണിറ്റ് കിട്ടും. അപ്പൊ ഇനിയും ഡിസ്റ്റൻസിന്റെയും സമയത്തിന്റെയും യൂണിറ്റ് നമ്മൾ ഓൾറെഡി എവിടേക്കോ പഠിച്ചത് കൊണ്ടാണ് മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ആൻസർ എഴുതിയത്. ഡിസ്റ്റൻസ് നിങ്ങൾ കിലോഗ്രാമിലൊക്കെ അളന്നു കഴിഞ്ഞാൽ നടക്കുവോ? അപ്പൊ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. യൂണിറ്റ് MKS. മാസ് കിലോഗ്രാം, ഡിസ്റ്റൻസ് മീറ്ററിൽ, ടൈം സെക്കൻഡ്. ഇതാണ് ഏറ്റവും 3 അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ്സ്. ബാക്കി കുറച്ചുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് മൂന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ഞാൻ വേറെ ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യൂല, ഇവിടുന്ന് അങ്ങോട്ടേ എടുക്കുള്ളൂ. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങോട്ട് വരണം കേട്ടോ. അതിനാണ് ഇത്രയും സമയം ചെലവഴിച്ചത്. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്ങനെ കിട്ടിയത്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്കറിയാം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. നേരെ എഴുതി വെച്ചാൽ എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, പോട്ടെ. അടുത്ത ടോപ്പിക് എടുക്കട്ടെ, അടുത്ത ക്വാണ്ടിറ്റി എടുക്കട്ടെ. വെലോസിറ്റിയുടെ ഇക്വേഷന്. അപ്പൊ ആക്സിലറേഷന്റെ സമവാക്യം എന്താണ്? പറയാൻ പറ്റുമോ? ആക്സിലറേഷന്റെ സമവാക്യം വേഗം പറഞ്ഞോ. എന്റെ മുമ്പിൽ നിങ്ങൾ പോകണം. വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വേഗം പറഞ്ഞോളൂ. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ, അപ്പൊ വെലോസിറ്റി കാണുന്നിടത്ത് ഞാൻ എന്ത് എഴുതി? മീറ്റർ പെർ സെക്കൻഡ് എഴുതി. ഡിവൈഡഡ് ബൈ വീണ്ടും സെക്കൻഡ് വന്നോ? ടൈം വന്നില്ലേ? അപ്പൊ ഇതിനെ ഒരുമിച്ച് എഴുതിയാല് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി. ഇത് ആരുടെ യൂണിറ്റ് ആണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ യൂണിറ്റ് ആണ്. അപ്പൊ രണ്ടും എഴുതിയിട്ടോ, വേഗം എഴുതിയിട്ടോ. ഈ ഞാൻ ബോർഡിൽ എഴുതിയതൊക്കെ നിർബന്ധമായിട്ടും അറിയാത്തൊരു നോട്ടിൽ എഴുതണം. ഇതൊക്കെ പലവട്ടം കേട്ട് ടൈം പിടിച്ചവരെ എഴുതണമെന്നില്ല. ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ജീവിതത്തിൽ മറക്കാൻ പാടില്ല, ഇത് എവിടെയും ആവശ്യം വരും. വൺ വേർഡ് ചോദിക്കാതിരിക്കോ ആയിക്കോട്ടെ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ടേംസ് പഠിക്കണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വേറെ ഏത് ക്ലാസ് പോയാലും ഡിസ്റ്റൻസ് ബൈ ടൈം ഒന്നും പറയാൻ +2 എത്തിയവരോട് പറയൂല ഒന്നും. അപ്പൊ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്, വീണ്ടും പെർ സെക്കൻഡ് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആകും. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിക്കട്ടെ. അഖില ഞാൻ ജസ്റ്റ് ഒരു 2-3 പേരെ വിളിക്കുകയാണ്. അഖില, എന്താണ് ആക്സിലറേഷൻ യൂണിറ്റ്? വേഗം പറഞ്ഞോ. ആക്സിലറേഷൻ യൂണിറ്റ് അഖില അൺമ്യൂട്ട് ആക്കിയിട്ട് ജസ്റ്റ് പറയാം. ഞാൻ ആരൊക്കെ ഇവിടെ ഉള്ളത് നോക്കട്ടെ. വേഗം സമയം കളയരുത്. ടൈം കഴിഞ്ഞു. അൽമാസ് V/T ആണ് ഇക്വേഷൻ. യൂണിറ്റ് ആണ് ഞാൻ ചോദിച്ചത്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഗുഡ്. ജസ്ന വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വേഗം ടൈം കഴിയുവേ. എല്ലാവരോടും ചോദിക്കാൻ നടക്കൂല. മീറ്റർ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോ അടുത്തത് ആദിദേവ് ആക്സിലറേഷൻ യൂണിറ്റ് എന്താണ്? അതും കൂടി പറഞ്ഞ കഴിഞ്ഞ്. ആദിദേവ് ആക്സിലറേഷൻ യൂണിറ്റ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ യൂണിറ്റ്. ഓക്കെ, ഇതിൽ ആരോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, അബിൻ മാത്യു. ഫസ്റ്റ് ക്ലാസ് ആണ്, കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെയാണ്, ബേസിക്സ് റിവൈസ് ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നോ പ്രോബ്ലം. പേഴ്സണലി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, വാട്സപ്പിൽ ചോദിക്കാം. നോ പ്രോബ്ലം. എവിടെയാണോ ഡൗട്ട് ഉള്ളത് അതിന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി വാട്സപ്പിൽ. എൻ്റെ നമ്പർ ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫ്രീ ടൈമിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതൊന്നും പ്രശ്നമില്ല. എന്താണോ ഡൗട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാണ്. ബേസിക് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞാലേ നമുക്ക് ഫോഴ്സിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും.
എന്താ എഫ് ഇസ് ഈക്വൽ സെക്കൻഡ് ലോയിൽ നിന്നും എഫിന്റെ ഇക്വേഷൻ എന്താണ് പറഞ്ഞു വേഗം പറഞ്ഞേ. സെക്കൻഡ് ലോയിൽ നിന്ന് എഫ് ഈക്വൽ ടു എന്താണ്? സെക്കൻഡ് ലോയിൽ നിന്ന് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 എം ഇൻറ്റു എ ആണ്. A. എം ഇൻറ്റു എ ആണ്. അപ്പൊ ഞാൻ ഇനി യൂണിറ്റ് എഴുതാൻ പോവാണ് കേട്ടോ. ഫോഴ്സിന്റെ യൂണിറ്റ് എഴുതാൻ പോവാണ്. മാസിന്റെ യൂണിറ്റ് എന്താ? മാസിന്റെ യൂണിറ്റ് kilogram. കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. അപ്പോ ആക്സിലറേഷൻ യൂണിറ്റോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. second square. അപ്പോ അത് രണ്ടും ഒരുമിച്ച് Kilogram. എഴുതിയാൽ മതി. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയാല് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയാല് എന്തായി? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. Meter. ഇതിന്റെ യൂണിറ്റ് കെ ജി. ഫോഴ്സിന്റെ യൂണിറ്റ് കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. Second square. കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തിന്റെ യൂണിറ്റ്? ഇതിന്റെ യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ്. ഫോഴ്സിന്റെ യൂണിറ്റ്. പക്ഷേ ഫോഴ്സിന് നമ്മൾ ഈ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ പറയാറില്ല. കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒന്നും വലിച്ചു വാരി പറയാറില്ല. ഇതിന് ഒറ്റ ടേം ആയിട്ട് പറയുന്നതാണ് ന്യൂട്ടൺ. അവിടെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ സാധാരണ കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉപയോഗിക്കുന്നതിന് പകരം വലിയതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടുപിടിച്ച ആൾ ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തത് ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബഹുമതിയാർത്ഥം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുക. അപ്പൊ കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ എന്തും പറയാം. ന്യൂട്ടൺ. കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പൽ ആയിട്ട് നമുക്ക് ന്യൂട്ടൺ ക്യാപിറ്റൽ ലെറ്റർ എൻ യൂസ് ചെയ്യാം. അപ്പൊ ഇനി ഫോഴ്സ് കാണുന്നിടത്ത് ഒന്നുകിൽ എൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. ഓപ്ഷൻസ് കാണുമ്പോൾ ഏതാണ് ചൂസ് ദ കറക്റ്റ് ആൻസർ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാല് ചിലയിടത്ത് ന്യൂട്ടൺ ഉണ്ടാവും. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തിയിട്ടായിരിക്കും ഓപ്ഷൻസ് തരിക. അപ്പൊ ന്യൂട്ടൺ ആയിരിക്കും കറക്റ്റ്. കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കറക്റ്റ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ആയിരിക്കും. മനസ്സിലായോ? എഴുതിയെടുത്തോ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ ഫോഴ്സിന്റെ യൂണിറ്റ്. ഇതല്ലാതെ നോട്ട്സ് വരുമോ? ഡൗട്ട്സിന്റെ വേഗം കമന്റ് ബോക്സ് ചോദിക്കുക. 1 മിനിറ്റ്. ഇതൊക്കെ നമുക്ക് PDF ആയിട്ട് നോട്ട്സ് ആയിട്ട് തരുമോ? PDF ആയിട്ടുണ്ടോ? ലൈവ് ക്ലാസ് കുറച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യും. എനിക്ക് ടൈം കിട്ടിയിട്ടില്ല റെക്കോർഡിങ് ചെയ്യാന്. എക്സ്ട്രാ നോട്ട്സ് വേറെ തരുമോ? എക്സ്ട്രാ നോട്ട്സ് ആയിട്ട് ഇപ്പോ പ്ലാൻ ഇല്ല കേട്ടോ. ലൈവ് ക്ലാസ് അതായത് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. കുറച്ചും കൂടി ഒന്നുകൂടി കഴിഞ്ഞിട്ട് അത് വരുള്ളൂ. അതായത് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഓവറോൾ വ്യൂ ഒറ്റ ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്തിട്ട് ഔട്ട് ചെയ്യും. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ക്ലാസ് എന്ന് പറയുന്ന ഈ നോട്ട്സുകൾ ഈ ക്ലാസിന്റെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും റെക്കോർഡിങ് നടക്കുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കിട്ടുമോ എന്നുണ്ടെങ്കിൽ മാത്രമേ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. റെക്കോർഡിങ് ഓൾറെഡി പോകുന്നുണ്ട്. അത് എത്രത്തോളം റെഡി ആവും എന്നുള്ളത് നോക്കിയിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിന്റെ റെക്കോർഡ് ഇല്ലല്ലോ സാറിന്? അത് ഞാൻ ചോദിച്ചു നോക്കണം. റെക്കോർഡ് ചെയ്തിരുന്നത് ആക്സസിബിലിറ്റി എവിടെയാണെന്നുള്ളതൊന്ന് അന്വേഷിക്കണം. ചിലപ്പോൾ റെക്കോർഡ് ആയിട്ടുണ്ടാവില്ല ഫുൾ ആയിട്ട്. അത് നമ്മൾ പറഞ്ഞതിന് റിവൈസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കട്ടോ. അപ്പൊ അതിനനുസരിച്ച് ഞാൻ പേഴ്സണലി റിപ്ലൈ തരാം. അല്ല, ഫസ്റ്റ് ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അതില് ഉള്ളത് ഞാൻ ഫസ്റ്റ് ഒരു 5 മിനിറ്റിൽ റിവൈസ് ചെയ്തിരുന്നു കേട്ടോ. ബേസിക് ആയിട്ടുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. പേഴ്സണലി ചോദിച്ചാൽ മതി. അപ്പൊ അതിനനുസരിച്ച് കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ വേഗം പറഞ്ഞു. 1 മിനിറ്റ് കൂടി ടൈം കഴിഞ്ഞാൽ അടുത്ത ഒരു ടോപ്പിക് കൂടി കവർ ചെയ്യണം. കമന്റ് ബോക്സിലൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. ഇത് വൈറ്റ് ബോർഡ് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യാണ്. ഡൗട്ട് ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂട്ടൺ ഏത് ടേമിന്റെ യൂണിറ്റ് ആണ്? കിലോഗ്രാം മീറ്റർ പെർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഫോഴ്സിന്റെ സെക്കൻഡ്സ് ലോ ഇൻ മോഷൻ.
ഷെയർ ആക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? അല്ലേ, ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, വോയിസും ക്ലിയർ ആണ്. ഇതില് ഫോഴ്സ് എം എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയതിന്റെ രൂപം ടെക്സ്റ്റിൽ എഴുതുന്ന രൂപം നോക്കാം. MS⁻⁻1. എസിന്റെ മുകളിൽ ഒരു -2 എന്നിട്ട് കഴിഞ്ഞാൽ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതറിയാത്തവരുണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇവിടെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ MS⁻⁻2 എന്നാണ് എഴുതിയിട്ടുള്ളത്. -2 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ്, താഴെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയും എഴുതാം, ടെക്സ്റ്റില് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ന്യൂട്ടൺ എന്ന് എഴുതിയാ പോരെ? എന്നെ എഴുതിയാൽ മതി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ. പക്ഷെ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഓപ്ഷൻസ് എടുത്ത് എഴുതാനാണെങ്കിൽ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ജസ്റ്റ് എല്ലാവരും കൂടെ എഴുതാം. ഇവിടെ യൂണിറ്റ് ഉണ്ട് കേട്ടോ. 1 യൂണിറ്റ് ഓഫ് ഫോഴ്സ് പറഞ്ഞാൽ 1 kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതിന് ന്യൂട്ടൺ ആണെന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. എ ബോൾ ഓഫ് മാസിന്റെ കൂടെ ആൻസർ എഴുതാം, കുഴപ്പമില്ല, എഴുതാം. എ ബോൾ ഓഫ് മാസ് 0.4 seconds starts rolling on the ground at 20 meter per second. അപ്പൊ മാസ് തന്നു, എത്ര? 0.4 kg. 4 kg. അപ്പൊ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ പേജ് നമ്പർ നോട്ട് ചെയ്ത് വെക്കാം, എന്തായാലും കുഴപ്പമില്ല. ഗിവ് ആൻസർ എഴുതി തുടങ്ങാം. മാസ് തന്നു, m = 0.4 kg. മാസ് തന്നു 0.4 kg ആണ്. അതിനുശേഷം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. is rolling on the ground at 20 meter per second. 20 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 20 മീറ്റർ പെർ സെക്കൻഡിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി കിട്ടിയല്ലോ. വെലോസിറ്റിനെ, സ്റ്റാർട്ടിംഗ് വെലോസിറ്റിനെ u എന്ന സിംബൽസ് കൊണ്ടാണ് എഴുതാറ്. ഇനീഷ്യൽ വെലോസിറ്റിയെ സിംബൽ u എന്നാണ് ഉപയോഗിക്കുക. അപ്പോ ഒരു ബോൾ ഉണ്ട്, അതിന്റെ മാസ് എത്രയാണ്? 0.4 ആണ്. അതിങ്ങനെ റോൾ ചെയ്യാൻ പോവാണ്. റോൾ ചെയ്യാണ്. ഫസ്റ്റ് ഇനീഷ്യലി അതിനെ റോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 20 മീറ്റർ പെർ സെക്കൻഡിലാണ്. അതായത് ഇപ്പൊ നമ്മളിൽ പെട്ട ആരെങ്കിലും ഒക്കെ ഒരു ബോൾ എടുത്തെറിയാണെങ്കിൽ അതിനെ എറിയുന്ന സ്പീഡ്, ഫസ്റ്റ് സ്പീഡാണ് 20 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡിനെ MS⁻⁻1 എന്നാണ് അവിടെ എഴുതിയത്, കണ്ടോ? ഈ വെലോസിറ്റി തന്നെയാണ് യുവും, പക്ഷെ MS⁻⁻1 അല്ല എഴുതിയത്, അത് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കേട്ടോ. MS⁻⁻1 എന്ന് എഴുതിയാൽ m bar s എന്നാണ് അർത്ഥം. (-1) ആണെങ്കിൽ ഡിവൈഡഡ് ബൈ s എന്നാണ്. (-2) ആണെങ്കിൽ ഡിവൈഡ് ബൈ s സ്ക്വയർ ആണ്. അതൊക്കെ അറിയാലോ, ബേസിക്. അറിയില്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ അറിയാനുള്ളത്. ഇനി ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു. ആൻഡ് കം സ്റ്റോപ്പ് ആഫ്റ്റർ 10 സെക്കൻഡ്. 10 മിനിറ്റ് ശേഷം ആ ബോൾ എന്ത് ചെയ്ത് സ്റ്റോപ്പായി. ഇപ്പൊ നമ്മുടെ ഒരാൾ എന്ത് ചെയ്യാണ്, ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു ബോൾ എറിയാണ്, റോൾ ചെയ്യണം, ഇങ്ങനെ ഉരുട്ടി വിടാണ്. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്തു, 10 സെക്കൻഡ് ശേഷം സ്റ്റോപ്പായി. ഇത്ര സംഭവം നടന്നിട്ടുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, കാൽക്കുലേറ്റ് ദ ഫോഴ്സ് വി സ്റ്റോപ്പ് ദ ബോൾ. ആ സ്റ്റോപ്പ് ചെയ്യാൻ, ആ ബോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ നിർബന്ധിച്ച ഫോഴ്സ് എന്താണ് എന്നാണ് ചോദിച്ചത്. അസ്യൂമിങ് ടു ബി കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്. എല്ലായിടത്തും ഒരേപോലെയാണ് മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ. സൗണ്ടില് പറയാം, സ്പീക്കർ ഒന്നുകൂടെ അടുത്ത്. ഓക്കെ, അപ്പോ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സമയം 10 സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. F = ma ആണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ആക്സിലറേഷന് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, പഠിച്ചിട്ടുണ്ടാവും. ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ, പക്ഷെ v-u/t എന്നും എഴുതാം. ആക്സിലറേഷന്റെ ഇക്വേഷൻ ബോക്സിലാക്കി വെക്കേണ്ടവർ ബോക്സിലാക്കി വെക്കാം.
ചെറിയ ക്ലാസ്സിൽ 9th പഠിച്ചതാണ് v മൈനസ് യു ബൈ ടി. അതായത് v ബൈ ടി തന്നെയാണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് v മൈനസ് യു എന്ന് എഴുതിയാൽ. അറിയും എന്ന് വിശ്വസിക്കുന്നു. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി v മൈനസ് യു എന്നാണ് എഴുതട്ടോ. അതുകൊണ്ടാണ് v മൈനസ് യു ബൈ ടി എന്ന് എഴുതിയത്. v എത്രയാണ്? v എത്ര പറഞ്ഞേ? 0 അല്ലേ? 0 meter second v minus 0 ആണ്. u 20. 20 meter. 20. അപ്പൊ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. m ഇൻറ്റു v മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ m തന്നെയാണ്. അതിനുശേഷം m 4 ആണ്. v മൈനസ് യു v 0 ആണ്. 0 മൈനസ് 20 മൈനസ് 20 ആണ്. 0 മൈനസ് 20 മൈനസ് 20 ആണ്. ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ് ആണല്ലോ ടൈം. അപ്പോൾ അതിനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താ നോക്കിക്കോ. 0.4 ഇൻറ്റു 20, ഒരു മൈനസ് സൈൻ ഉണ്ട്, അതവിടെ ഓർത്തിരുന്നാൽ മതി. ഡിവൈഡഡ് ബൈ 10 ആണ്. ഈ 0 കട്ട് ചെയ്തൂടെ? 0 കട്ട് ചെയ്തൂടെ? അപ്പൊ ആൻസർ 0.4 ഇൻറ്റു 2 എന്നാണ് വരിക. 0.4 ഇൻറ്റു 2 മൈനസ് ഉണ്ട്, ആൻസറിൽ മൈനസ് ഉണ്ട്. 4 ഇൻറ്റു 2 8 ആണ്. അതുകൊണ്ട് 0.2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. 0.8 ആണ്. അതുകൊണ്ട് ആൻസർ എന്ത് കിട്ടി? 0.8 എന്ന് കിട്ടി. സിമ്പിളായിട്ട് 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാവുന്ന, ക്വസ്റ്റ്യൻ പേപ്പറിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്ലിയർ ആണോ? ഇത് ഡൗട്ട് ഉണ്ടോ? കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പ്ലസ് ടുക്കാർക്ക് പറ്റും. പക്ഷെ NIOSൽ പറ്റും, നോർമലി പറ്റാറുണ്ട് കേട്ടോ. NIOSന്റെ ക്വസ്റ്റ്യൻ പറ്റാറില്ല എന്നുള്ളത് ഞാൻ പറയാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇതൊന്നും കാൽക്കുലേറ്റർ വേണ്ടല്ലോ. 0.4 ഇൻറ്റു 2. സാർ ഓക്കെ. സാർ എക്സാമിനൊക്കെ ഇതേമാതിരി തന്നെയാവും ക്വസ്റ്റ്യൻ വരിക? ഇതേ മോഡൽ തന്നെയാവും? ഇതേ മോഡൽ തന്നെ ആണ് വരിക. എല്ലാ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വരുന്ന ഭാഗങ്ങളിൽ നിന്നും ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഭാഗങ്ങളിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. Forces are in pairs. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കട്ടോ. ഫോഴ്സസ് ആർ ഇൻ പെയർസ്, അതായത് എല്ലാ ഫോഴ്സുകളും പെയർ ആയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു ഫോഴ്സ് അങ്ങോട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ഉണ്ടാവും എന്നതാണ് ഇതിന്റെ സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. To every action there is equal and opposite reaction. For every action there is equal and opposite reaction. എന്താണ് തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്? എന്താണ്? വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും തേർഡ് ലോ വളരെ സിമ്പിൾ ആണ്. ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ എല്ലാ ആക്ഷനും ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നു പോയി വിചാരിച്ചു ഒരു ഗ്രൗണ്ടിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ നമ്മുടെ കാല് ഈ ഭൂമിയില് ഗ്രൗണ്ടില് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബാക്കിലേക്കാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാലുകൊണ്ട് ബാക്കിലേക്കാണ് തള്ളുന്നത്, നമ്മൾ മുമ്പിലേക്കാണ് പോകുന്നത്. ശരിക്കും നമ്മൾ ബാക്കിലേക്ക് തള്ളുമ്പോൾ ഈ ഗ്രൗണ്ട് തിരിച്ച് നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് അറിയണമെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറിലൂടെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലൂടെ നടന്നു പോയാൽ നമ്മുടെ കാല് ബാക്കിലേക്കല്ലേ സ്ലിപ്പ് ആവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാല് വെക്കുമ്പോൾ നമ്മുടെ കാലിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് ഫോഴ്സ് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് സ്ലിപ്പ് ആവുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ബാക്കിലേക്കാണ്. അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് ആയിട്ടാണ് മുകളിലേക്ക് നമ്മൾ പോകുന്നത്.
മുകളിലേക്ക് നമ്മൾ റിയാക്ഷൻ ഫോഴ്സ് ആയിട്ട് മുന്നോട്ടേക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ആക്ഷനും റിയാക്ഷനും ആണ്. ഏത് ഫോഴ്സ് കൊടുക്കുമ്പോഴും അവിടെ ഒരു ആക്ഷനും റിയാക്ഷനും ആണ് ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് തോന്നും ഒറ്റ ഫോഴ്സേ ഉള്ളൂ എന്നത്. പക്ഷെ അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ പരസ്പരം ഒരു കോണ്ടാക്ട് വരുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ കോണ്ടാക്ട് ഇല്ല, പക്ഷെ അവിടെയും ആക്ഷനും റിയാക്ഷനും ഉണ്ട്. ഫോഴ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ഒരു ആക്ഷൻ ഉണ്ടാവും, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. പിന്നെ അതെന്ത് ക്യാൻസൽ ആവാത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ നിങ്ങളിൽ ഒരു നാലാള് കൂടിയിട്ട് ഒരു ഫ്ലോറിനകത്ത് ഒരു ഇരുട്ട് മുറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇരുട്ട് മുറിയിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ആ ടേബിൾ വന്നിട്ട് അഖിലയും ആദിദേവും അൽമാസും അർച്ചനയും വന്നിട്ട് എന്ത് ചെയ്യാണ്, നാലാളും നാല് ഭാഗത്തുനിന്ന് വലിക്കുകയാണ്. എല്ലാവരും ഒരേ ഫോഴ്സിലാണ് വലിക്കുന്നത് കേട്ടോ. എല്ലാവരും ഒരേ ഫോഴ്സിലാണ് വലിക്കുന്നത്. ഇങ്ങോട്ട് ഒരാൾ വലിച്ചു, അതേ ഫോഴ്സിൽ അങ്ങോട്ടും വലിച്ചു. ഈ ഭാഗത്ത് ഒരാളും നേരെ ഓപ്പോസിറ്റ് ഒരാൾ വലിച്ചു. ടേബിൾ ഒരേ ഫോഴ്സിലാണ് ഇവർ വലിച്ചതെങ്കിൽ ടേബിൾ മൂവ് ചെയ്യോ ഇല്ലയോ? ഇല്ല. മൂവ് ചെയ്യില്ല. അപ്പൊ അതുപോലെ അങ്ങനെ ഫോഴ്സ് ഇവിടെ ഒരിക്കലും ക്യാൻസൽ ആവില്ല. കാരണം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് രണ്ട് ഒബ്ജക്റ്റുകളിലാണ്. ഇവിടെ ടേബിളിലാണ് എല്ലാവരും ഫോഴ്സ് കൊടുത്തത്, ഒരേ ഒബ്ജക്റ്റിൽ മാത്രമാണ്. പക്ഷെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഗ്രൗണ്ടിലേക്കാണ്, തിരിച്ചു വരുന്ന ഫോഴ്സ് നമ്മുടെ കാലിലേക്കാണ്. രണ്ട് ഒബ്ജക്റ്റുകളിലാണ്. അങ്ങനെ രണ്ട് ഒബ്ജക്റ്റുകളിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം ക്യാൻസൽ ചെയ്യൂല, ഒരിക്കലും ഫോഴ്സുകൾ ക്യാൻസൽ ചെയ്യൂല. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാറിന് ഉന്തിയാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ടും തള്ളുന്നു എന്നല്ല അവിടെ ഉദ്ദേശം. നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു ഒബ്ജക്റ്റ്, തിരിച്ചു വരുന്നത് വേറൊരു ഒബ്ജക്റ്റിൽ, രണ്ട് ഒബ്ജക്റ്റുകളിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിനും അവിടെ പ്രസക്തി ഇല്ല. അല്ലെങ്കിൽ അതിന്റെ ആൻസർ അങ്ങനെ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എഴുതേണ്ടത്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് രണ്ട് ഒബ്ജക്റ്റുകളിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എനിവൺ? എന്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ? Every action there is Every action equal and opposite reaction. Equal Every and action there is an equal and opposite reaction. opposite reaction. അപ്പൊ അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. F12 ഈക്വൽ ടു മൈനസ് F21. F1 2ൽ ആക്ട് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും F21. നേരെ 1 2 2 1. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയോ. When two objects interact, the force exerted by one object on the other object is equal in magnitude and opposite in direction to the force exerted by the latter object on the former. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ഫോഴ്സ് ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ന്യൂട്ടൺസ് തേർഡ് ലോയുടെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തതാണ്. ഈ ഒരു ഇക്വേഷന് മുകളിലുള്ള ജസ്റ്റ് നോക്കി, വെക്ടോറിക്കലി if F12 is the force which object 1 experiences due to object 2. അപ്പോൾ F12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് which object 1 experiences due to object 2. അപ്പൊ F12 എന്ന് പറഞ്ഞാൽ 1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡ്യൂ ടു 2. രണ്ട് ഒബ്ജക്റ്റുകളാണല്ലോ പരസ്പരം ഇന്ററാക്ട് ചെയ്യുക. മേശ വലിക്കുന്നതാണെങ്കിലും നമ്മൾ നടക്കുന്നതാണെങ്കിലും ഒരു ഒബ്ജക്റ്റ് കാരണം മറ്റൊരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F12 എന്ന് പറഞ്ഞാൽ 1ൽ 2 കാരണം ഉണ്ടാവുന്നത്. ഇപ്പൊ F21 എന്ന് പറഞ്ഞാലോ 2 ഒബ്ജക്റ്റിൽ 1 കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്. ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് എന്നതാണ് ഈ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് മനസ്സിലാക്കുന്നത്. കൂടുതലൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ലോയിലായാലും മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരിക. തേർഡ് ലോയിലെ സ്റ്റേറ്റ്മെന്റും ഏതെങ്കിലും ഒരു എക്സാമ്പിളും മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയാണ്. ഒരു ഡയഗ്രാം. A book placed on a table exert a force F1. F1 എന്ന ഫോഴ്സ് താഴേക്ക് ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷഹലാനോ ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിളിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ബുക്ക് താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, എന്താ? mg ആണ്, അതിന്റെ വെയിറ്റ് ആണ് താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് F1. പക്ഷെ ആ ടേബിൾ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. while the table exert a force F2 on the book.
തിരിച്ചു കൊടുക്കുന്ന ഫോഴ്സ് ആണ് F2. അപ്പൊ താഴേക്ക് F1 മുകളിലേക്ക് F2. ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. മനസ്സിലായോ? ഈ എക്സാമ്പിൾ എങ്കിലും ഒരു എക്സാമ്പിൾ പഠിച്ചൊക്കെ അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ ചോദിക്കാത്ത ഭാഗമാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു എക്സാമ്പിളും തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ഏത് എക്സാമ്പിളും ഇങ്ങനെ എഴുതാം. ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയി നിൽക്കുമ്പോൾ അതിലൊരു ഫോഴ്സ് അങ്ങോട്ടും ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ഉണ്ടാവും. ആ ടേബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, ബുക്ക് താഴെ വീഴണ്ടേ? ടേബിൾ അതിന് മുകളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ അത് നിൽക്കുന്നത്. അപ്പൊ താഴേക്ക് ഒരു ഫോഴ്സ് ബുക്ക് എപ്പോഴും കൊടുക്കുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ ടേബിൾ തിരിച്ചൊരു ഫോഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് അവിടെ നിൽക്കും. ക്ലിയർ ആണോ? Yes. ഓക്കെ. ഇമ്പൾസ് എന്താണ്? ജസ്റ്റ് ഒരു വൺ വേർഡ് ആണ്. വാട്ട് ഇസ് മീൻ ബൈ ഇമ്പൾസ്? ദെൻ അതിന്റെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാം. ഇമ്പൾസ് സഡൻ ഫോഴ്സ് ആണ് ഇമ്പൾസ്. ഫോഴ്സ് എക്സ്പീരിയൻസ് വിത്തിൻ ഷോർട്ട് ടൈം എന്നാണ് പറയാം. നോക്കി അതോടെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ? The effect of force applied for a short duration of time is called impulse. ഒരു ഫസ്റ്റ് ലൈൻ മാത്രം അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഫസ്റ്റ് ടേം the force experienced in short time. അതിനെങ്ങനെ എഴുതാം? അതാണ് ഇമ്പൾസ്. അതായത് നമ്മൾ ചുറ്റിക കൊണ്ട് ആണിനെ അടിക്കുമ്പോൾ ആണിനെ ഇങ്ങനെ വല്ല ഇങ്ങനെ ഒഴിഞ്ഞെടുത്താൽ ആണി താവുമല്ലോ, ചുറ്റടി അടിക്കണ്ടേ? ഷോർട്ട് ടൈമിൽ ഹൈ ഫോഴ്സ് കൊടുത്താൽ ആണികൾ പോവുള്ളൂ. അതാണ് ഇമ്പൾസ് ഫോഴ്സ്. ആണി തിറക്കുന്നതും അതുപോലെ സഡൻ ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സുകളൊക്കെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. മനസ്സിലായോ? സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയാ? ഇമ്പൾസ്. അതിന്റെ ഇക്വേഷൻ നോക്ക് താഴെ. ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി. എഫ് ഇൻറ്റു ഡെൽറ്റ ടി, അതായത് എഫ് ഇൻറ്റു ടി. നമ്മൾ കൊടുത്ത ഫോഴ്സ് എത്ര സമയം കൊണ്ടാണ് കൊടുത്തത്, അതാണ് ഡെൽറ്റ ടി. ഇപ്പോൾ 1 സെക്കൻഡിനുള്ളിലാണ് കൊടുത്തതെങ്കിൽ എഫ് ഇൻറ്റു 1 സെക്കൻഡ് ആയിരിക്കും ആൻസർ. 10 സെക്കൻഡിനുള്ളിലാണ് ഒരു അടി അടിക്കാൻ കഴിഞ്ഞതെങ്കിൽ 10 സെക്കൻഡ്, ഫോഴ്സ് കുറവായിരിക്കും. അല്ലെങ്കിൽ ആ ചേഞ്ച് ഇൻ ടൈമിനാണ് അവിടെ. എഫ് ഇൻറ്റു ടി ആണ് ഇമ്പൾസിന്റെ ഇക്വേഷൻ കേട്ടോ. ഐ എന്നാണ് സിമ്പൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഐ എന്നാണ് എഴുതാറ്. ദെൻ ഇമ്പൾസിന്റെ യൂണിറ്റ്. ഇമ്പൾസിന്റെ യൂണിറ്റ് വൺ വേർഡ് ചോദിക്കാം. എസ് ഐ യൂണിറ്റ് ഓഫ് ഇമ്പൾസ് ഈസ് എന്താ വരിക? ഇമ്പൾസിന്റെ യൂണിറ്റ് ഇക്വേഷൻ എഫ് ടി ആണ്. എഫ് ഇൻറ്റു ടി ഇൻറ്റു ഡെൽറ്റ ടി ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇമ്പൾസിന്റെ യൂണിറ്റ് ആരാ പറയാ? എനിവൺ? ഇമ്പൾസിന്റെ യൂണിറ്റ് ടൈപ്പ് ചെയ്താലും മതി. എങ്ങനെ? ക്ലിയർ ആവുന്നില്ലേ സൗണ്ട്? NS. NS, അതായത് ന്യൂട്ടൺ സെക്കൻഡ്. അല്ലെങ്കിൽ എന്ത് പറയണം? ന്യൂട്ടൺ സെക്കൻഡ് ഷോർട്ട് ഫോം. അല്ലെങ്കിൽ എന്ത് പറയണം? kg മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉള്ളത് കട്ട് ചെയ്ത് പോകും. അങ്ങനെ kg മീറ്റർ താഴെ ഇവിടെ ഉണ്ട് കേട്ടോ യൂണിറ്റ്. kg മീറ്റർ പെർ സെക്കൻഡ് പറയാം, അല്ലെങ്കിൽ n × s എന്ന് പറഞ്ഞാലും മതി. ഇമ്പൾസിന്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. എഫിന്റെ ഇക്വേഷൻ ആണ് ചേഞ്ച് ഇൻ മൊമെന്റം ഇൻറ്റു ടി. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് ലീനിയർ മൊമെന്റത്തിന് ഈക്വൽ ആണ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാറൊന്നുമില്ല. പക്ഷെ പ്രൂവ് ദാറ്റ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ് കൊടുത്തിട്ടുള്ളത്. പ്രൂവ് ദാറ്റ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റം. ഇവിടെ ഈ ഒരു താഴെയുള്ളൊരു ഭാഗം ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റത്തിന് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ നമുക്കറിയാലോ. ഇമ്പൾസിന്റെ ഇക്വേഷന് ഡെൽറ്റ എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. എഫ് ഇൻറ്റു ഡെൽറ്റ ടി. എഫ് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി അല്ലേ എഫ്. ഡെൽറ്റ ടിയും കട്ട് ചെയ്യാം, ബാക്കി ഡെൽറ്റ പി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഡെൽറ്റ ടിയും കട്ട് ചെയ്ത് പോയാൽ പിന്നെ ഡെൽറ്റ പി അല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എഴുതാം. ഇവിടെ എം ബി എന്നൊക്കെ കൂട്ടി എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും.
എഫ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. എം വി മൈനസ് എം യു എന്ന് പറഞ്ഞാലും ഡെൽറ്റ പി തന്നെയാണല്ലോ. മനസ്സിലായോ? നോക്കിയേ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു ഷോർട്ട് അങ്ങനെ ചോദിക്കൊന്നുമില്ല, പക്ഷെ ഒരു മാർക്കിനൊക്കെ ഒരു പ്രാവശ്യം കൂടി പറയാം. ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ? എഫ് ഇൻറ്റു ടി. ഇമ്പൾസിന്റെ ഇക്വേഷന് എഫ് ഇൻറ്റു ടി. ടി ആണ്. അതിവിടെ മുകളിലുണ്ട്. ഈ എഫ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കിയാ? സെക്കൻഡ് ലോയുടെ നേരെ താഴെ എം ഇൻറ്റു എ ആണ്. എം ഇൻറ്റു എ ആണ്. അതിൽക്ക് വേണമെങ്കിൽ അങ്ങനെ പോവാം, അതിൽക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന്റെ മുമ്പ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരു നേരൊരു ഇക്വേഷൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ? വാട്ട് ഇസ് സെക്കൻഡ് ലോ? വി ബൈ യു മൈനസ് ടി. ആ എം വി മൈനസ് എം യു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതില്ലാതെയും വേണമെങ്കിൽ എഴുതാൻ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ലോ എന്താ? അത് ഇക്വേഷൻ സ്റ്റേറ്റ്മെന്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഈ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ട്ടോ. എഫിന് പകരം ഞാൻ എഴുതിയത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം എന്നാണ്, അതായത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അവിടെ നമ്മൾ പറഞ്ഞതാണ്. ഈ എഴുതിയതിൽ ഡൗട്ട് ഉണ്ടോ നോക്ക് കേട്ടോ. എഫിന് പകരം ഞാൻ റീപ്ലേസ് ചെയ്താണ് റൗണ്ട് ഇട്ടത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഡൗട്ട് ഉണ്ടോ നോക്കാം. എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ് ഇമ്പൾസ് എന്ന് എല്ലാവർക്കും അറിയാലോ. അതില് എഫിന് പകരം ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എഴുതാമോ? സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പോയി നോക്കിയോ. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ, അതുകൊണ്ടാണ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എഴുതിയത്. ഇനി ഡെൽറ്റ ടിയും കട്ട് ചെയ്താൽ പിന്നെ ആരേ ബാക്കിയുള്ളൂ? Delta P. അതാണ് ചേഞ്ച് ഇൻ മൊമെന്റം, ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത് നോക്കുക. അവര് ഡെൽറ്റ പി എന്നത് എന്ത് എഴുതിയിട്ടുണ്ട്? എം വി മൈനസ് എം യു എന്ന് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. ഡെൽറ്റ പി ആണ് എം വി മൈനസ് എം യു ട്ടോ. ഇങ്ങനെ എഴുതാതെയും ഷോർട്ടായിട്ട് എഴുതാമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ എഴുതാം എം വി മൈനസ് എം യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ആണ്. അതും കൂടി എഴുതുമ്പോഴാണ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെ വരിക. ക്ലിയർ ആണോ നോക്കുക. ഒരു മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ക്ലിയർ ആണോ? അടുത്ത ടോപ്പിക് പോട്ടെ പെട്ടെന്ന്. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി അങ്ങനെ എഴുതിയാൽ മതിയോ? അങ്ങനെ എഴുതിയാലും മതി. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ചോദിക്കുമ്പോ എഴുതണ്ടല്ലേ? എങ്ങനെ? എം വി മൈനസ് എം യു എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ എഴുതുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവാൻ ഇത് മതി എന്നാണ്. ഡെൽറ്റ പി ഡെൽറ്റ പിനെ എം വി മൈനസ് എം യു എന്ന് ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതുന്നത് തന്നെയാണ് ഗുഡ്. ഓക്കെ, മൈക്കാണ് കേട്ടോ. ഇനി ഒറ്റ ടോപ്പിക് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണ്? കൺസർവേഷൻ ഓഫ് മൊമെന്റം നമ്മൾ സെക്കൻഡ് ലോയിൽ പഠിച്ചു. ഫോഴ്സ് കൊടുത്താൽ മൊമെന്റം ചേഞ്ച് ആവുന്നു ആണോ? ഫോഴ്സ് കൊടുത്താൽ മൊമെന്റത്തിൽ മാറ്റം വരും. സംശയം ഉണ്ടോ? ഫോഴ്സ് കൊടുത്താൽ മൊമെന്റത്തിൽ മാറുന്നതിൽ സംശയം ഉണ്ടായിരുന്നെങ്കിലും ഫോഴ്സ് കൊടുത്താൽ ഒരു സിസ്റ്റത്തിൽ ഒരു ബലം കൊടുത്താൽ ഫോഴ്സ് കൊടുത്താൽ അതിന്റെ മൊമെന്റം മാറ്റം വരും എന്നൊരാൾ വാദിച്ചാൽ
നിങ്ങൾ അതിനെ എതിർക്കാൻ പോവില്ലേ എന്നാണ് ചോദ്യം. മൊമെന്റത്തിൽ മാറ്റം വരും. എന്താ മൊമെന്റം? മാസിന്റെ വെലോസിറ്റി അല്ലേ. ഒരു ഒബ്ജക്റ്റിന് ഫോഴ്സ് കൊടുത്താൽ മാസിന് മാറ്റം വരില്ല, വെലോസിറ്റിയിൽ മാറ്റം വരില്ല. വരില്ല, വെലോസിറ്റിയിൽ മാറ്റം വരാം. അപ്പോൾ അത് പോസിബിൾ ആണ് എന്നാണ്. അതായത് ഫോഴ്സ് കൊടുത്താൽ മൊമെന്റത്തിൽ മാറ്റം വരാം. ഇപ്പോൾ ഫോഴ്സ് കൊടുക്കാതിരുന്നാൽ മൊമെന്റത്തിൽ മാറ്റം വരൂല. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്, മൊമെന്റം കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദ വെക്ടർ സം ഓഫ് മൊമെന്റ ഓഫ് ബോഡീസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. എല്ലാ മൊമെന്റത്തിന്റെ ചേഞ്ചും സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അപ്പോൾ മൊമെന്റത്തിന് ഒരു ഭാഗത്ത് നെഗറ്റീവ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പോസിറ്റീവ് ചേഞ്ച് വരാം. ഇത് രണ്ടും കൂട്ടിയാൽ 0 ആവും. അതുകൊണ്ട് ചേഞ്ച് ഇൻ മൊമെന്റം 0 ആണ് എന്ന് പറയാം. അതായത് അതിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഒരു പാരഗ്രാഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആണോ ഫോഴ്സ് ആണോ? conservation of momentum. It has been experimentally shown that two bodies interact, the vector sum of their momenta remains unchanged. അതായത് നിങ്ങൾ ഗോട്ടി കളിക്കൂലേ, അല്ലെങ്കിൽ ഒരു കല്ല് മറ്റൊരു കല്ലിനെ തട്ടിത്തെറിപ്പിക്കാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിൽ കൂട്ടിമുട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് രണ്ട് പേര് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൽ രണ്ടു പേർക്കും മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാവും. ഇപ്പൊ രണ്ട് ഗോട്ടികളാണ് വിചാരിച്ചത്. ഗോട്ടി കളിക്കുമ്പോൾ രണ്ട് ഗോട്ടികൾ കൊളൈഡ് ചെയ്ത് പോവാണ്. അവിടെ ഒരാൾ അങ്ങോട്ടും പോകും, ഒരാൾ ഇങ്ങോട്ടും പോകും. ഗോട്ടി അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് പോകും, ഒന്ന് ഇങ്ങോട്ടും. ഇതിനുണ്ടായ ഡയറക്ഷൻ ആയിരിക്കില്ല ഇതിന്, രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും, ഏകദേശം ഓപ്പോസിറ്റ് ആവാം. അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നില്ല. ഓക്കെ അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഒരു സിസ്റ്റത്തിൽ കൺസേർവ്ഡ് ആണ് എന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഒരു ഷോർട്ട് ആയിട്ട് പറഞ്ഞാലുള്ള പോയിന്റ്. ഒരു കൺസേർവ്ഡ് സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിൽ മൊമെന്റം കൂട്ടിയാൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം the vector sum of momenta of bodies remains constant. This is called conservation of momentum. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. സ്റ്റേറ്റ്മെന്റ് ആദ്യം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ മൊമെന്റത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ ഫോഴ്സുകളൊന്നും വരാത്ത ഒരു സ്ഥലം. അതായത് എർത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും, അതൊന്നും ഇല്ല. ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ മൊമെന്റം മാറൂല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു പോയിന്റ് കിട്ടിയോ നോക്കുക. മൊമെന്റം മാറാത്തതിനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, മൊമെന്റം മാറാത്തതിന് എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടി വരും. അതായത് മൊമെന്റം മാറണുണ്ടല്ലോ. മാറുന്നുണ്ട്, പക്ഷെ ഒന്നിന് പ്ലസും ഒന്നിന് മൈനസും ആയിരിക്കും. അവ രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ആവും. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആയിരിക്കും. രണ്ടും കൂട്ടിയാൽ 0 ആയിരിക്കും എന്നതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. പ്രോബ്ലം നമുക്ക് മനസ്സിലാവുക. ഞാനൊരു ക്വസ്റ്റ്യൻ ഇതിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, അത് വെച്ച് ചെയ്യാം. ഇക്വേഷൻ ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ നോക്കുക. അതിന്റെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോഴാണ് ഗോട്ടിയുടെ എക്സാമ്പിൾസ് ഒക്കെ വരിക. അത് ആ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. ഈ പോയിന്റ് കിട്ടിയോ നോക്കട്ടോ. അതായത് സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെന്റം മാറൂല എന്നാണ്. ആണോ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്നാണ് സെക്കൻഡ് ലോ പറഞ്ഞത്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. അപ്പൊ എഫ് 0 ആണെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണ് എന്നതിൽ നിന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. മൊമെന്റത്തിന്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ
ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡെറിവേഷൻ ആണ് ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ളത്. തേർഡ് ലോയിൽ നിന്നും ന്യൂട്ടൺസ് ലോയിൽ നിന്നും എങ്ങനെയാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വരിക എന്നുള്ളത്. ഇത് ഈ ഒരു ഡെൽറ്റ പി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഇത് എവിടുന്ന എഴുതി നോക്കിയ ഇക്വേഷൻ സെക്കൻഡ് ലോയിൽ നിന്ന് എഴുതിയതാണ്. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ഇതിനെ മാറ്റി എഴുതിയതാണ് ഇത്. സംശയം ഉണ്ടോ? റിപ്ലൈ വേണം. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടീനെ ഡെൽറ്റ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇതായില്ലേ നോക്കി. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ നോക്കുക. എന്തായിരുന്നു സെക്കൻഡ് ലോ? എന്തായിരുന്നു സെക്കൻഡ് ലോ പറഞ്ഞേ? സെക്കൻഡ് ലോ The rate of change of momentum of a body directly proportional to the net force acting on the body. ഓക്കെ. അതിന് സ്റ്റേറ്റ് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എഴുതിയത് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ T. ഡെൽറ്റ ടി. ഇതില് ഡെൽറ്റ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡിനോമിനേറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവൂലേ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ പി. ശരിയാണോ? ഡെൽറ്റ ടീനെ ഇങ്ങോട്ട് എഴുതിയാൽ ഗുണനാവൂലേ? ഡെൽറ്റ പി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി. പറഞ്ഞോ? അപ്പൊ ഡെൽറ്റ പി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി വന്നത് എങ്ങനെയെന്ന് മനസ്സിലായോ? ഇത് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ട്. എഫ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോ മൈനസ് ആവൂലേ? ഡിവിഷന് ഇങ്ങോട്ട് വരുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ആവുക. മൾട്ടിപ്പിൾ ആവാൻ നോക്കാം. മൈനസ് ഉണ്ടെങ്കിൽ പ്ലസ് ആവും, പ്ലസ് ഉണ്ടെങ്കിൽ മൈനസ് ആവും. പക്ഷെ ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആവുക. അതാണ് എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് എഴുതിയത്. എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഡെൽറ്റ പി ആണ്. ഇതിൽ എഫ് 0 ആണെങ്കിലോ, ഇവിടെ ഈ ഇക്വേഷനിൽ എഫ് 0 ആണെങ്കിലോ ഡെൽറ്റ പി എന്തായിരിക്കും? എഫ് 0 ആണെങ്കിൽ ഡെൽറ്റ പി 0 ആണ്. ഡെൽറ്റ പി 0 ആണെന്ന് പറഞ്ഞാല് മൊമെന്റം ചേഞ്ച് 0 ആണ്. മൊമെന്റം ചേഞ്ച് ഡെൽറ്റ എന്ന് എങ്ങനെ വായിക്കുക? ചേഞ്ച് എന്നല്ലേ? മൊമെന്റം ചേഞ്ച് 0 ആണ്. മൊമെന്റം മാറുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഒരു സിസ്റ്റത്തില് ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെന്റത്തില് ചേഞ്ച് 0 ആണ്. മൊമെന്റം 0 ആണ് എന്നല്ല, മൊമെന്റത്തില് മാറ്റമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇപ്പൊ ന്യൂട്ടൺസ് തേർഡ് ലോയിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡ് ലോയിൽ നിന്ന് തന്നെയാണ്, ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ തന്നെയാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണ് എന്ന് വന്നത്. പ്രോബ്ലംസ് നമുക്ക് പിന്നെ ചെയ്യാം. ആ കോൺസെപ്റ്റ് സെക്കൻഡ് ലോയിൽ നിന്നും ക്ലിയർ ആണോ എന്ന് നോക്കാം. മൊമെന്റം ചേഞ്ച് ഇല്ല എപ്പോ? ഫോഴ്സ് 0 ആണെങ്കിൽ. അപ്പൊ ഒരു സിസ്റ്റത്തിൽ ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ മൊമെന്റം മാറൂല എന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ നോക്കാം. ആ കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ നമുക്ക് തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ ആണോ? ഇത് വായിച്ചു നോക്കിയ താഴെ. This result implies that if no force act on the body, the change in momentum of the body will be 0. ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെന്റത്തിന്റെ ചേഞ്ച് 0 ആണ്. മൊമെന്റം മാറ്റമില്ല. That is, the momentum of the body will remain unchanged. Remain unchanged എന്ന് പറഞ്ഞാൽ മാറൂല മൊമെന്റം എപ്പോ? ഫോഴ്സ് ഇല്ലെങ്കിൽ. This argument can be extended to a system of bodies as well എന്നാണ് അവിടെ പറഞ്ഞത്. അതായത് അത് എല്ലാ സിസ്റ്റത്തിനും, ഫോഴ്സ് ഇല്ലാത്ത എല്ലാ സിസ്റ്റത്തിനും ഇത് ബാധകമാണ് എന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. കൺസർവേഷൻ ഓഫ് ഫോഴ്സ് ഉണ്ട്, കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്, കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട്, കൺസർവേഷൻ ഓഫ് മൊമെന്റം ഉണ്ട്. കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എനർജി ക്യാൻ എയ്തർ ബി ക്രിയേറ്റഡ് ഓർ ബി ഡിസ്ട്രോയിഡ് എന്നൊക്കെ. അതുപോലെ ഒരു കൺസർവേഷൻ ലോ ആണ് സംരക്ഷണ നിയമം. സംരക്ഷണ നിയമം എന്നൊക്കെ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവുക. അതായത് ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ മൊമെന്റത്തിൽ മാറ്റമില്ല. ഡെൽറ്റ പി 0 ആണ്.
ഈ ഒരു ഇക്വേഷൻ നിന്നാണ് അത് വന്നത്. ഡെൽറ്റ പി ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ ടിയിൽ നിന്നാണ്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ പഠിക്കുള്ളൂ, പക്ഷെ +2 പിന്നെ മാത്തമാറ്റിക്കൽ ഫോമും കൂടി വേണ്ടി വരും. ഡിറൈവ് ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രൂവ് ദാറ്റ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആദ്യം സെക്കൻഡ് ലോ എഴുതുക, എന്നിട്ട് അതിനെ മാറ്റിയിട്ട് ഡെൽറ്റ പി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതുക, എന്നിട്ട് താഴെ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുക. ഇഫ് എഫ് ഈസ് 0, ഡെൽറ്റ പി ഈസ് ആൾസോ ബി 0, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് 0. അതുകൊണ്ട് ചേഞ്ച് ഇൻ മൊമെന്റം 0 എന്ന് പറഞ്ഞാൽ മൊമെന്റം മാറ്റമില്ല, മൊമെന്റം റിമെയിൻ അൺചേഞ്ച്ഡ് ആണ് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടി. ഒന്ന് പറഞ്ഞു ഒരാൾ ഒരു റിപ്ലൈ ആയിട്ട് ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഓക്കെ ആയി. എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫ്രം സെക്കൻഡ് ലോ? ആരെങ്കിലും ഒരാള്? സുമയ്യ പറഞ്ഞോ, എന്താ മനസ്സിലായതെന്ന് പറഞ്ഞാൽ മതി. അടുത്ത ആൾ വിളിക്കട്ടെ. ഇനി വേണം ആർക്കും വരാം. സമയം 8:51 ആയിട്ടുണ്ട് കേട്ടോ. വേഗം. ശ്രീജ, ആർക്കും പറയാം. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയാം. ഒരു പ്രാവശ്യം കൂടി പറയാം. സാർ ഒന്നുകൂടി പറയൂ. ആ ഓക്കെ, മനസ്സിലായില്ല. എങ്ങനെ? എഫ് എന്ന് പറഞ്ഞാല് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. ഈ ഡെൽറ്റ ഒക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആണല്ലേ. സംഭവം അതൊക്കെ ഒന്നുമില്ല. ചേഞ്ച് എന്നതിനെ നീട്ടി എഴുതാൻ മടിച്ചിട്ട് യൂറോപ്യൻസ് ഉണ്ടാക്കിയ സിമ്പിളാണ് ഡെൽറ്റ എന്നൊക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം എന്നാണ്. ഇതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് അറിഞ്ഞിട്ടില്ലെങ്കിലാണ് പ്രശ്നം. സാറേ സോറി, സൗണ്ടിൽ പറയോ? സാറിന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, സ്റ്റക്ക് ചിലപ്പോൾ നെറ്റ്വർക്ക് ഏകദേശം ചിലപ്പോൾ തീരാനായിട്ടുണ്ടാവും. സ്റ്റക്ക് വരുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട്. സ്റ്റക്ക് ഇല്ലല്ലോ? സൗണ്ട് കുറച്ച് ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആണ് സാറേ. ആ ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കട്ടോ. എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നാണ് നമ്മുടെ സമവാക്യം. ഇതാണ് സെക്കൻഡ് ലോ. ഇതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതി പറഞ്ഞിട്ടുള്ളൂ. ഈ ഡിനോമിനേറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഡെൽറ്റ ടി ഇൻറ്റു എഫ് സമം ഡെൽറ്റ പി ആവും. ഡെൽറ്റ പി സമം എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതി കൂടെ? അപ്പോൾ ഡെൽറ്റ പി സമം എഫ് ഇൻറ്റു ഡെൽറ്റ ടി. ഇത് മനസ്സിലായോ? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഗുണനമാവും, അത്രേ ഉള്ളൂ. ഈ ഡെൽറ്റ ടീനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ ഡെൽറ്റ ടി ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ആണ്. ക്ലിയർ ആണോ? ഇതിന് ഗുണനഫലമാവും. ഇവിടെ ഡിനോമിനേറ്ററിലാണ്. ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് ഗുണനമാവും. അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നേരെ തിരിച്ചാണ് എഴുതിയതെന്ന് മാത്രം. എഴുതിയത് നേരെ ഈ ഭാഗത്തേക്ക് ആയിട്ടുണ്ടെന്ന് മാത്രം. ഡെൽറ്റ പി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആവും. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇനി ഇതില് എഫ് 0 ആണെങ്കിൽ ഈ കംപ്ലീറ്റ് ടേം 0 ആവില്ലേ? ഡെൽറ്റ പി ഈക്വൽ ടു 0 ആവില്ലേ? ഡെൽറ്റ പി 0 ആവില്ലേ? എഫ് 0 ആണെങ്കിൽ നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡെൽറ്റ പി 0 ആവണം. അതാണ് ഈ എഫ് 0 ആയ പിന്നെ എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 0 തന്നെയല്ലേ? അതായത് ചേഞ്ച് ഇൻ മൊമെന്റം 0 ആണ്. മൊമെന്റത്തിൽ മാറ്റമില്ല. അതന്നെയാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം.
ഫോഴ്സ് 0 ആണെങ്കിൽ ആ സിസ്റ്റത്തിൽ മൊമെന്റം മാറൂല. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അത് എവിടുന്നാ കിട്ടിയത്? സെക്കൻഡ് ലോ തന്നെയാണ് ആ പറഞ്ഞത്. ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ മൊമെന്റം ഇല്ല, ഫോഴ്സ് കൊടുത്താൽ മൊമെന്റം മാറുമെന്നാണ് സെക്കൻഡ് ലോ. അപ്പോൾ ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്, മൊമെന്റം മാറില്ല എന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇനി ക്ലിയർ ആണോ നോക്കട്ടോ. ജസ്റ്റ് ഒരാളെന്ന് റിപ്ലൈ എന്നേ. ക്ലിയർ സാർ. ഒരാൾ പറയണം, എന്നാലേ ക്ലാസ് സ്റ്റോപ്പ് ആക്കുള്ളൂ. ചിന്റുണ്ട്. What is mean by conservation of momentum? Anyone? The conservation of momentum. This is a statement. In an isolated system, the vector sum of moment of body remains constant. Isolated system എന്ന് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് 0 ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്നാണ്. ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ആയിട്ട് പറയുന്നത്. അതിന് തന്നെയാണ് ഇവിടെ വേറെ രൂപത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. തേർഡ് ലോയിൽ നിന്ന് നമുക്ക് എഴുതാം ഏതെങ്കിലും. ഇനി അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് അടുത്ത ക്ലാസ്സിൽ പറയാം. സാർ ഇതിന്റെ നോട്ട്സ് ഇടോ? ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗം ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പോൾ ശരി. വോട്ട് ചെയ്തില്ല എല്ലാരും? വോട്ടൊക്കെ ചെയ്തില്ലേ? വോട്ട് ചെയ്തു. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷെയർ ചെയ്യാം. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു സാർ. ഇനി നെക്സ്റ്റ് സാറ്റർഡേ ഉണ്ടാവുള്ളൂ ക്ലാസ്. സാറ്റർഡേ ഉണ്ടാവും. വാട്സപ്പിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കും. ശരി.